ഇന്ന് ഡബ്ലിനിലെ ഫിനിക്സ് പാർക്കിലെ വിശേഷങ്ങളൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ചെറിയ പാർക്കാണ് അല്ലെങ്കിൽ 1-2 ഏക്കറൊക്കെയാണെന്ന്. ഇത് 1750 ഏക്കറോളം ആണ് ഇതിൻ്റെ വിസ്തൃതി. ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ ചെല്ലണമെങ്കിൽ ഏകദേശം 11 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇത് എത്ര വലുതാണ് ഈ പാർക്ക് എന്നുള്ളത്. ഇവരുടെ കണക്കനുസരിച്ച് ഏകദേശം 600ഓളം മാനുകൾ ഇപ്പോൾ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, തൊട്ടടുത്ത് തന്നെ ഇത് നിൽക്കുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് ഓടിപ്പോകുന്നൊന്നുമില്ല. നിങ്ങൾ അയർലൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കേട്ടിട്ടുള്ള ഒരു പേരാണ് ഡബ്ലിൻ. ഇതിൻ്റെ ഏകദേശം സെൻറ്ററായിട്ട് തന്നെ വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ആ ഒരു ഡബ്ലിൻ സിറ്റിയോട് ചേർന്ന് തന്നെയാണ് ഇത്രയും വലിയ പാർക്ക്. അപ്പോൾ ഇത്രയും വലിയ പാർക്ക് ഇവർ വളരെ നന്നായിട്ട് തന്നെ ഇത് നോക്കി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 600ഓളം മാനുകളുണ്ട്. അപ്പോൾ ഈ 600ഓളം മാനുകളെ ഇവർ വളരെ നന്നായിട്ട് പരിപാലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ മാനുകളൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ, ഇപ്പോൾ വെയിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, വെയിലിൻ്റെയൊക്കെ സമയമായി കഴിയുമ്പോഴത്തേക്ക് റോഡിൻ്റെയൊക്കെ സൈഡിലേക്ക് കുറേ മാനുകളൊക്കെ വരും. അപ്പോൾ റോഡ് സൈഡിൽ ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ മാനുകളൊക്കെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ റോഡ് സൈഡിലൊക്കെ ഒരുപാട് മാനുകൾ നിൽക്കുന്നതും. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സൂ ആണ് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഡബ്ലിൻ സൂ ആണ് ഇവിടെയുള്ളത്. ആ സൂവിൻ്റെ ആണെങ്കിലും ഒരുപാട് ആനിമൽസ് അതിനകത്താണെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയും വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇതിനകത്ത് പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു മാനാണെന്ന് തോന്നുന്നു ഇതിൻ്റെ നേതാവ്. നമ്മൾ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ നേരെ തന്നെ നിൽക്കുന്നുണ്ട്. മറ്റുള്ള മാനുകളൊക്കെ ചെറുതായിട്ട് പുറകിലേക്ക് പോകുന്നുണ്ട്. ഇവൻ നമ്മളെ അങ്ങോട്ടേക്ക് അടുക്കാനായിട്ട് സമ്മതിക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ അവിടെ ഒരു കാടുണ്ട്. ആ കാടിനകത്ത് ഒരുപാട് മാനുകൾ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഗ്രൗണ്ടിൻ്റെ കൃത്യം നടുക്കായിട്ടാണ് ഈ മാനുകളെല്ലാം നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു വെയിൽ വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. വെയിലൊക്കെ കൊള്ളാനായിട്ട് ഒരു പക്ഷേ നിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ രാവിലെ 11 മണിയോളം ഏകദേശം ആയിട്ടുണ്ട്. വെയിൽ ഇതുവരെ വന്നിട്ടില്ല. വെയിലൊക്കെ കൊണ്ടതിന് ശേഷം ഒരു പക്ഷേ ഈ മാനുകളെല്ലാം ഈ റോഡിൻ്റെ സൈഡിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല സമയത്തും പല ഭാഗങ്ങളിലായിട്ട് ഇതിനെ കാണാറുള്ളത്. എല്ലാം കൂടി ഒരു കൂട്ടമായിട്ടാണ് കൂടുതലും നിൽക്കുന്നത്. ഈ കൂട്ടത്തിനകത്ത് കാണുന്നതെല്ലാം ഏറെക്കുറെ ചെറിയ മാനുകളാണ്. ബാക്കിയുള്ള വലിയ മാനുകൾ, വലിയ കൊമ്പുള്ള മാനുകളെല്ലാം ഇതാ കാടൊക്കെ ഉണ്ടല്ലോ, ആ കാടിനകത്തൊക്കെ ഉണ്ട്. നമുക്ക് ആ കാടിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അടുത്തേക്കും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം വലിയ കൊമ്പുകളുള്ള മാനുകൾ. ഇതിനകത്ത് വളരെ കുറച്ച് മാനുകളെ കൊമ്പുകളുള്ളതുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ മാനുകളാണ്, കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് കാലത്തൊക്കെ ഇവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ ഫുഡൊക്കെ കൊടുക്കാറുണ്ട് ഈ മാനുകൾക്ക്. പക്ഷേ ഇപ്പോൾ അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. പല ഫുഡുകൾ ഇവർ കഴിക്കുന്ന ഫുഡുകളൊക്കെ ഇവിടെ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും അലൗഡല്ല. അതേപോലെ തന്നെ നമ്മൾ മാനിൻ്റെയൊക്കെ ഏകദേശം 50 മീറ്ററോളം അകലെ നിന്നിട്ടേ കാണാവുള്ളൂ. മാനുകളെ തൊടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കുറേ ആളുകളൊക്കെ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇപ്പോഴും മാനുകളെ വന്ന് തൊടുകയും അതേപോലെ തന്നെ മാന് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയും ആപ്പിളും ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും അലൗഡല്ല ഇവിടെ. എങ്കിൽ പോലും ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇവിടേക്കായിട്ട് മാനുകളുടെ കൊമ്പുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടേക്കായിട്ട് മാനുകൾ നിൽക്കുന്നുണ്ട്. അങ്ങാലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഉള്ള മാനുകളെല്ലാം ഇതേപോലെ കൊമ്പുകളുള്ള വലിയ മാനുകളാണ്. അതേപോലെ തന്നെ കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു ക്ലൈമറ്റൊക്കെ എങ്ങനെയുണ്ട്, തണുപ്പൊക്കെ തുടങ്ങിയോന്ന്. അപ്പോൾ തണുപ്പ് തുടങ്ങി വരികയാണിപ്പോൾ. ഇപ്പോൾ മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പം മരങ്ങളിലെല്ലാം ഓറഞ്ച് കളറിലുള്ള, അതായത് ഇല പൊഴിയുന്നതിന് മുന്നേ ഉള്ള ഇലകളായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞു. ചില പൂക്കൾ മാത്രമേ ഉള്ളൂ, ബാക്കിയതെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ ഒരുപാട് പൂക്കളുടെയൊക്കെ ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് മാനുകളെല്ലാം ഈ കൃത്യം ഇതിൻ്റെ സെൻട്രലിൽ വന്ന് കിടക്കുന്നത്. ഇതാ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു വലിയൊരു പാർക്കിൻ്റെ നടുക്കാണ് ഇതെല്ലാം നിൽക്കുന്നത്. സാധാരണ ഇത് റോഡിൻ്റെയൊക്കെ സൈഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലേക്കൊക്കെ വെയിലിൻ്റെ സമയത്ത് വെയിൽ കൊള്ളാനൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. പിന്നെ ഈ വലിയ ഒരു പാർക്കിനകത്ത് ഈ 1750ഓളം ഏക്കർ വരുന്ന പാർക്കിനകത്ത് നദിയുണ്ട്. അതേപോലെ തന്നെ വലിയൊരു ലേക്കുണ്ട്. പിന്നെ ഏകദേശം 350ഓളം പല പൂക്കളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പൂക്കളുടെ സീസണിൽ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇനി വരുന്ന ഒരു സമയം പൂക്കളുടെയൊക്കെ സീസണിൽ വന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആളുകളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാറുണ്ട് പൂക്കളുടെ ഒക്കെ സമയത്ത്.
അപ്പോൾ ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞു. അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒന്നും കാണാനില്ല. പിന്നെ പൂക്കളൊക്കെ നമ്മൾ കയറി വരുന്ന അതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്, ആ ഭാഗത്തോട്ടാണ് കൂടുതലും വരാറുള്ളത്. അപ്പോൾ ഇപ്പോഴും കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നോ പാർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങ് വീഡിയോ എടുക്കാതെ ഇങ്ങ് പോരുകയായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരുപാട് മാനുകൾ ആ ഒരു വലിയ മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കൂട്ടമായിട്ട് അതിങ്ങ് വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു കൂട്ടം ആയിട്ട് വരും എന്നാണ്. പക്ഷേ ഇത് ഒരു കൂട്ടം ഒന്നും വരുന്നില്ല. 3-4 എണ്ണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നേ. ഈ ഒരുപാട് മാനുകൾ കരയുന്ന സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പുള്ളിമാനാണെന്ന് തോന്നുന്നു. പുള്ളികളൊക്കെ ഉണ്ട്, ഒരുപക്ഷെ പുള്ളിമാനായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നാട്ടിലൊക്കെ കാണാറുള്ള മാനിനെ അപേക്ഷിച്ച് ഡിഫറൻ്റ് ഉണ്ട്. ഇതിൻ്റെ കൊമ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ഈ വലിയ കൊമ്പാണ് ഇവിടെയുള്ളത്. ഞാൻ കുറേ മാനിനെ കണ്ടിട്ടുണ്ട്. നീളം ഉള്ളതല്ല എങ്കിൽ പോലും ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു കൊമ്പ് ആണ് ഇവിടെയുള്ള മാനുകൾക്ക് കാണാറുള്ളത്. പിന്നെ ആ മാനുകളുടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴി തന്നെ കണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ വലിയ കൊമ്പുള്ള മാനുകളുടെയാണ് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം ചെറിയ മാനുകളായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരൊന്നും ഇങ്ങോട്ടേക്ക് വന്നു കണ്ടില്ല. അപ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിനും വലിയ കൊമ്പൊക്കെയാണ് ഉള്ളത്. ഇതേപോലെയുള്ള കൊമ്പുകളുള്ള മാനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ മറന്നു പോകണ്ട. ഇവിടെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരുപാട് പൂക്കളും ഉണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് ആളുകൾ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇത് 24 മണിക്കൂർ ഇത് ഓപ്പണാണ്. ഈ പാർക്ക് 24 മണിക്കൂറും ഓപ്പണാണ്. അതേപോലെ തന്നെ മാനുകളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ നിയമം നന്നായിട്ട് പാലിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനുകൾക്കെല്ലാം നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഇവിടെ. ഒരുപാട് നമ്മൾ ഫോട്ടോ എടുത്തൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇവിടെ ആളുകൾ. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വലിയ മാന അതിൻ്റെ താഴെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് മാനുകൾ അടുത്തടുത്തായിട്ട് ഉണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇവിടെയാണ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ഇടാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് നമ്മൾ വന്ന റോഡ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു മാനതി വഴി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.